പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റിന്റെ 10ാം പതിപ്പ് ഇന്ന് ഗാന്ധിനഗറിൽ ഉദ്ഘാടനം ചെയ്യും. 44ാമത് സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം സംസ്ഥാനത്ത് ഇന്ന് ആരംഭിക്കും. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് ഇന്നും പര്യടനം തുടരും. 150 ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾക്ക് NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ലഭിച്ചതായി മന്ത്രി വീണ ജോർജ്. വനിതാ ട്വന്റി ക്രിക്കറ്റിൽ അവസാന മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ പരമ്പര സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റിന്റെ 10ാം പതിപ്പ് ഇന്ന് ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ ഉദ്ഘാടനം ചെയ്യും. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ, മൊസാംബിക് പ്രസിഡന്റ് ഫിലിപ്പെ ന്യൂസി, തിമോർ പ്രസിഡന്റ് ലെസ്റ്റെ ജോസ് റൊമോസ് ഹോട്ട, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി പ്രമുഖ ആഗോള കോർപ്പറേഷനുകളുടെ സിഇഒമാരുമായി കൂടിക്കാഴ്ച നടത്തും. വൈകുന്നേരം ഗിഫ്റ്റ് സിറ്റിയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ലീഡർഷിപ്പ് ഫോറത്തിൽ പ്രമുഖ വ്യവസായ പ്രമുഖരുമായും മോദി സംവദിക്കും. ഭാവിയിലേക്ക് കവാടം എന്നതാണ് 10ാം പതിപ്പിന്റെ വിഷയം. 34 പങ്കാളി രാജ്യങ്ങളും 16 പങ്കാളി സംഘടനകളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇന്ത്യൻ വ്യവസായികൾക്കൊപ്പം ഏകദേശം 200 ആഗോള സിഇഒമാരും ഉച്ചകോടിയിൽ പങ്കുചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അർദ്ധചാലകങ്ങൾ, ഗ്രീൻ ഹൈഡ്രജൻ, ഇ മൊബിലിറ്റി, ബഹിരാകാശ നിർമ്മാണം തുടങ്ങിയ സൂര്യോദയ മേഖലയിൽ ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കും. കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി സ്മൃതി ഇറാനി, വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥ സംഘം സൌദി അറേബ്യയിലെ ഹജ്ജ് ഉംറ മന്ത്രാലയം ജിദ്ദയിൽ സംഘടിപ്പിച്ച ഹജ്ജ് ഉംറ സമ്മേളനത്തിലും പ്രദർശനത്തിലും പങ്കെടുത്തു. ഈ വർഷത്തെ ഹജ്ജ് വേളയിൽ ഇന്ത്യൻ തീർത്ഥാടകർക്ക് സൌകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് കൂടുതൽ സഹകരണ സാധ്യതയെക്കുറിച്ച് മക്ക മേഖല ഡെപ്യൂട്ടി ഗവർണറുമായും സൌദി അറേബ്യയിലെ ഹജ്ജ് ഉംറ മന്ത്രിയുമായും അവർ ചർച്ച നടത്തി. റെയിൽവേയുടെ നിർമ്മാണ മാനുവൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ, വനമേഖലയിൽ അനുമതി, പാലങ്ങളുടെ രൂപകൽപ്പന, കരാർ മാനേജ്മെന്റ്, തുരങ്ക നിർമ്മാണം, അടിപ്പാലങ്ങൾ തുടങ്ങിയവയ്ക്ക് മാനുവൽ ഏറെ സഹായകരമാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. റെയിൽവേ ശൃംഖലയുടെ ലോകത്തെ അതിവേഗ വളർച്ച എന്ന ലക്ഷ്യം കൈവരിക്കാനും റെയിൽവേ നിർമ്മാണ പദ്ധതികളെക്കുറിച്ച് അറിയാനും മാനുവൽ നാഴികക്കല്ലായി പ്രവർത്തിക്കുമെന്നും അശ്വനി വൈഷ്ണവ് പറഞ്ഞു. 44ാമത് സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം സംസ്ഥാനത്ത് ഇന്ന് ആരംഭിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി VN വാസവൻ രാവിലെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സഹകരണ നിക്ഷേപം നവകേരള നിർമ്മിതിക്കായി എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന നിക്ഷേപ സമാഹരണത്തിൽ 9,000 കോടി രൂപയാണ് ലക്ഷ്യമിടുന്നത്. സഹകരണ വായ്പാ മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുക, യുവജനങ്ങളെ സഹകരണ ബാങ്കുകളിൽ അംഗങ്ങളാക്കുക, ഒരു വീട്ടിൽ നിന്ന് ഒരു പുതിയ അക്കൌണ്ട് എന്നിവ ക്യാമ്പയിന്റെ ഭാഗമായി വിഭാവനം ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം 10 വരെയാണ് നിക്ഷേപ സമാഹരണം. പ്രാഥമിക സഹകരണ ബാങ്കുകളിലൂടെ 7,250 കോടിയും കേരള ബാങ്ക് വഴി 1,750 കോടിയും സംസ്ഥാന സഹകരണ കാർഷിക വികസന ബാങ്കിലൂടെ 150 കോടിയുമാണ് ലക്ഷ്യമിടുന്നത്. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. അദ്ദേഹത്തിന് 55 വയസ്സായിരുന്നു. കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിൽ അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ ഗാനമാലപിച്ച റാഷിദ് ഖാൻ സംഗീത സംവിധായകൻ എന്ന നിലയിലും ശ്രദ്ധേയനാണ്. 11ാം വയസ്സിലാണ് ആദ്യമായി കച്ചേരി അവതരിപ്പിച്ചത്. 2006-ൽ രാജ്യം പത്മശ്രീയും 2022-ൽ പത്മഭൂഷണും നൽകി അദ്ദേഹത്തെ ആദരിച്ചു. സംസ്ഥാന ബഹുമതികളോടെ ഇന്ന് റാഷിദ് ഖാന്റെ സംസ്കാരം നടക്കുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു. റാഷിദ് ഖാന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും അനുശോചിച്ചു. ഫ്യൂഷൻ രംഗത്ത് പരിവേഷണം നടത്തി ജുഗൽബന്ദി അവതരിപ്പിച്ച ഉസ്താദ് റാഷിദ് ഖാൻ അപാരമായ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു. ശാസ്ത്രീയ സംഗീത മേഖലയിൽ അദ്ദേഹത്തിന്റേത് സമ്പന്നമായ പാരമ്പര്യമായിരുന്നുവെന്നും രാഷ്ട്രപതി അനുസ്മരിച്ചു. റാഷിദ് ഖാന്റെ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ശ്രദ്ധേയ പാരമ്പര്യം രാജ്യത്തിന് മാത്രമല്ല ആഗോള സംഗീത സാഹോദര്യത്തിന് അമൂല്യനിധിയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. കേന്ദ്ര വികസനക്ഷേമ പദ്ധതികൾ വിശദീകരിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ പര്യടനം തുടരും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. തിരുവനന്തപുരത്ത് ഗ്രാമീണ മേഖലകളിൽ ചെറുനിയൂർ, ഒറ്റൂർ ഗ്രാമപഞ്ചായത്തുകളിലും നഗരപ്രദേശങ്ങളിൽ വട്ടിയൂർക്കാവ്, കിഴക്കേക്കോട്ട, ശ്രീകണ്ഠേശ്വരം എന്നിവിടങ്ങളിലുമാണ് ഇന്ന് പര്യടനം. ആലപ്പുഴയിൽ പുന്നപ്ര തെക്ക്, പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ യാത്ര എത്തിച്ചേരും. പത്തനംതിട്ട ജില്ലയിലെ 53 ഗ്രാമപഞ്ചായത്തുകളിലും വികസിത് ഭാരത് സങ്കല്പ യാത്ര പര്യടനം പൂർത്തിയാക്കി. എറണാകുളം ജില്ലയിൽ യാത്ര രാവിലെ നെടുമ്പാശ്ശേരിയിലും ഉച്ചകഴിഞ്ഞ് പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലുമാണ്. മലപ്പുറം ജില്ലയിൽ രാവിലെ വളവന്നൂരിലും ഉച്ചകഴിഞ്ഞ് തിരുനാവായയിലുമാണ്
വരെയാണ് യാത്ര എത്തുക. കോഴിക്കോട് ജില്ലയിൽ ഗ്രാമീണ മേഖലയിലെ പര്യടനം ഇന്ന് സമാപിക്കും. വേളം ഗ്രാമപഞ്ചായത്തിൽ ഉച്ചകഴിഞ്ഞ് സമാപന പൊതുസമ്മേളനം നടക്കും. രാവിലെ മരുതോങ്കര പഞ്ചായത്തിലാണ് പര്യടനം. നഗരപ്രദേശങ്ങളിൽ തുടരുന്ന യാത്ര ഇന്ന് വെസ്റ്റ് ഹില്ലിലും നടക്കാവിലും എത്തും. കണ്ണൂരിൽ രാവിലെ മാഹി പാലത്തിന് സമീപവും ഉച്ചകഴിഞ്ഞ് അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ മുഴപ്പാലയിലും യാത്ര എത്തിച്ചേരും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ഭാരതീയ ചികിത്സാ വകുപ്പിലെയും ഹോമിയോപ്പതി വകുപ്പിലെയും തെരഞ്ഞെടുക്കപ്പെട്ട 150 ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾക്ക് NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ലഭിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാനത്തെ എല്ലാ ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങളെയും 4 ഘട്ടങ്ങളായി NABH നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുത്ത 150 ആയുഷ് സ്ഥാപനങ്ങൾക്ക് മാർച്ചോടെ ഈ അംഗീകാരം നേടിയെടുക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രയത്നങ്ങൾക്കാണ് സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം നൽകുന്നതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. തന്റേതല്ലാത്ത കാരണങ്ങളാൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സുരക്ഷിതമായ താമസമൊരുക്കുന്നതിന് വനിതാ ശിശുവികസന വകുപ്പുമായി സഹകരിച്ച് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് നടപ്പിലാക്കുന്ന തന്റെ ഇടം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ മന്ത്രി കെ രാജനിൽ നിന്ന് മന്ത്രി വീണ ജോർജ് ഏറ്റുവാങ്ങി. 2ാം ഘട്ടത്തിന്റെ ഭാഗമായി കൊച്ചി മെട്രോ കാക്കനാട്ടേക്ക് നീട്ടുന്നത് 2 വർഷത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നതെന്ന് KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. 18 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കാനാവുമെന്നും കരാർ ലഭിക്കുന്ന കമ്പനി ഈ കാലയളവിനുള്ളിൽ പണി പൂർത്തിയാക്കിയാൽ ഇളവുകൾ നൽകുമെന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ പ്രതിദിനം ശരാശരി 94,000 പേരാണ് മെട്രോ ഉപയോഗിക്കുന്നത്. തൃപ്പൂണിത്തുറ സ്റ്റേഷൻ കൂടി കമ്മീഷൻ ചെയ്യുന്നതോടെ യാത്രക്കാരുടെ എണ്ണം 1 ലക്ഷത്തിലേക്ക് എത്തും. വാട്ടർ മെട്രോയ്ക്ക് 11 ബോട്ടുകൾ കൂടി ജൂണിനുള്ളിൽ കൊച്ചി കപ്പൽശാല നിർമ്മിച്ച് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി മെട്രോ പുതുതായി ഏർപ്പെടുത്തിയ വാട്സ്ആപ്പ് QR ടിക്കറ്റുകൾ ഇന്ന് നിലവിൽ വരുമെന്നും ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. കേരളത്തിന്റെ പുതിയ കായിക നയവും കായിക സമ്പദ്ഘടനാ വികസന പ്രക്രിയയും നാടിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള 2024 ഈ മാസം 23 മുതൽ 26 വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിൽ നടക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. 4 ദിവസത്തെ സമ്മിറ്റിൽ 20 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി മറ്റന്നാൾ കാസർകോട് നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ 23-ന് തിരുവനന്തപുരത്ത് സമാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ 7 വിക്കറ്റിന് ഇന്ത്യയെ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ പരമ്പര സ്വന്തമാക്കി. നവി മുംബൈയിൽ ഇന്ത്യ ഉയർത്തിയ 148 റൺസ് വിജയലക്ഷ്യം ഓസ്ട്രേലിയ 18.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഓസ്ട്രേലിയ 2-1-നാണ് സ്വന്തമാക്കിയത്. കർണാടകയിലെ ഹുബ്ലിയിൽ കാഴ്ചപരിമിത വനിതകളുടെ ദേശീയ 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തിന് തോൽവി. ഗ്രൂപ്പിലെ 2ാം മത്സരത്തിൽ പശ്ചിമബംഗാൾ കേരളത്തെ 31 റൺസിന് തോൽപ്പിച്ചു. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഇന്ന് കേരളം തമിഴ്നാടിനെ നേരിടും. കോലാലംപൂരിൽ മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഓപ്പണിംഗ് റൌണ്ടിൽ ലോക 5ാം നമ്പർ താരം ഇന്തോനേഷ്യയുടെ ജോനാഥൻ ക്രിസ്റ്റിയെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. വനിതാ ബാഡ്മിന്റണിൽ അശ്വിനി പൊന്നപ്പ തനിഷ ക്രസ്റ്റോ സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിനിറങ്ങും. വടക്ക് കിഴക്കൻ ടീമായ ഷില്ലോങ് ജോങ്ങാണ് എതിരാളി. ഉച്ചയ്ക്ക് 2-ന് ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകിയതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇന്ന് രാവിലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈകിട്ട് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്കും മണ്ഡലം ആസ്ഥാനങ്ങളിലേക്കും സമരജ്വാല എന്ന പേരിൽ പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ അറസ്റ്റിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും പോലീസിന്റെ അസാധാരണ നടപടിക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും അബിൻ വർക്കി അറിയിച്ചു. ദക്ഷിണമേഖല നാവിക കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫായി റിയർ അഡ്മിറൽ ഉപൽ കുണ്ടു ചുമതലയേറ്റു. ആന്റി സബ്മറീൻ സ്പെഷ്യലിസ്റ്റായ അദ്ദേഹം INS തൃക്കണ്ട്, INS കുത്ത തുടങ്ങിയ യുദ്ധക്കപ്പലുകളുടെ കമാൻഡിംഗ് ഓഫീസറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റിന്റെ 10ാം പതിപ്പ് ഇന്ന് ഗാന്ധിനഗറിൽ ഉദ്ഘാടനം ചെയ്യും. 44ാമത് സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം സംസ്ഥാനത്ത് ഇന്ന് ആരംഭിക്കും. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്ത് ഇന്നും പര്യടനം തുടരും. 150 ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾക്ക് NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ലഭിച്ചതായി മന്ത്രി വീണ ജോർജ്. വനിതാ 2020 ക്രിക്കറ്റിൽ അവസാന മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ പരമ്പര സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.